രണ്ടുപേർക്ക് സംസാരിക്കാൻ വലിയ അവസരം കിട്ടിയില്ല എന്നുള്ളതാണ്. കൊച്ചിയിൽ മാത്രമല്ല, വീടാണ്, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന സംഗതിയാണ്. ഇതിനു മുമ്പ് തുടങ്ങിയ സമയത്ത് ഇടുക്കിയിലും ഇതുപോലൊരു സിമിലർ ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. ചെറിയ ഒരു പൈസ നമ്മൾ ലാഭം നോക്കിയിട്ട് വലിയ അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്? ഇന്നത്തെ വിഷയം ഇപ്പം മഴയൊക്കെ ആയില്ലേ, മുല്ലപ്പെരിയാർ വരാൻ സമയമായി. മുല്ലപ്പെരിയാർ അല്ല, അല്ല, നിലവിൽ റീസെൻ്റ്ലി നമ്മൾ കേട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, എറണാകുളത്ത് ഒരു ബിൽഡിംഗ് അല്ലേ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തകർന്നു വീണ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ റോഡായിക്കോട്ടെ, ഹൈവേ ഒക്കെ എല്ലായിടത്തും പൊളിച്ചോടിയേണ്ടി വരും, എല്ലായിടവും പ്രശ്നമാണ്, വിഷയം വരാൻ സാധ്യതയുണ്ടല്ലേ. അതിന്റെ മണ്ടേ കൂടെ ഇപ്പോൾ വണ്ടിയും കൊണ്ട് പോകാൻ പേടിയാണ് എല്ലാവർക്കും, മനപ്രയാസം ഉണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വിഷയം പൊളിഞ്ഞു വീഴുന്ന വീടുകൾ, മഴക്കാലത്ത്, പ്രത്യേകിച്ച് മഴക്കാലത്ത് പൊളിഞ്ഞു വീഴുന്ന വീടുകൾ അല്ലേ. അപ്പോൾ ടൈറ്റിൽ അടിച്ചോ. എന്തോ ടൈറ്റിൽ? വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ആർക്കിഫൈഡ് ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. എന്താണെന്ന് ഇതൊക്കെ? ഇതേ ഈ പറയുന്ന കണക്ക് അർഹതപ്പെട്ടവരെ കയ്യിൽ സാധനങ്ങൾ കൊടുക്കണം. അയാൾക്ക് ഇപ്പോഴും സംഗതി എന്താണെന്ന് പിടിയിട്ടിട്ടില്ല എന്നത് കാണുന്നവർക്കും കേട്ടോ. കാര്യം തൊട്ടക്കം തൊട്ട് അനാവശ്യമായ ഊളച്ചിരി അല്ലാതെ ഇയാൾക്ക് മറ്റേ അതിൽ ഓലാല് പറയുന്ന കണക്ക് ഇപ്പോഴും പുള്ളിക്കാരത്തി കാര്യം മനസ്സിലായിട്ടില്ല. ദൃശ്യം ഫസ്റ്റ് എപ്പിസോഡിൽ അതുപോലെ ഇയാൾക്ക് ഇത് കണ്ടന്റ് ഏതാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ കണ്ടന്റ് ഒന്നുകൂടെ വ്യക്തമാക്കാം. മഴക്കാലത്ത് പൊളിഞ്ഞു വീഴുന്ന വീടുകൾ, അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞു ഈ അടുത്ത് കൊച്ചിയിൽ. അയാളെ കൈചൂട്ടി എന്തിനാ പറയുന്നത്? അല്ല, എന്നാലും കൊച്ചിയിൽ മാത്രമല്ല, ഇവിടെ ഇതിനു മുമ്പ് തുടങ്ങിയ സമയത്ത് ഇടുക്കിയിലും ഇതുപോലൊരു സിമിലർ ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. ഈ മലയോര പ്രദേശങ്ങളിൽ പൊതുവെ ഒന്ന് രണ്ടെണ്ണമായി. ഈ മലയോര പ്രദേശങ്ങളിൽ പൊതുവെ കാണുന്നതിൽ എനിക്ക് തോന്നുന്നു റീറ്റൈനിങ് വാൾ വിഷയം വരുന്നുണ്ട്. പിന്നെ മരങ്ങൾ കടവഴി വീഴുന്നുണ്ട്. അതെ, അതൊക്കെ പിന്നെ പഴയ വീടുകൾ, ഇപ്പൊ ഓട് അതൊക്കെയാണ് കൂടുതൽ സാധാരണ സംഭവിച്ചു വരുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സുനീറെ, നിങ്ങളിത് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരാളാണല്ലോ, ഇങ്ങോട്ട് എന്താണ് ഇതിന്റെ പോസിബിലിറ്റി? വാർത്ത മനസ്സിലായല്ല. നിലവിൽ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കുന്ന സമയത്ത് നേരെ സോഷ്യൽ മീഡിയയിലാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഇതിന് താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പണിയറിയാത്ത എഞ്ചിനീയേഴ്സിനെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ലാഭം നോക്കിയിട്ട് കൊടുത്തു, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിലവിൽ ഒരു ബിൽഡിങ് ഇടിഞ്ഞു വീഴണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ ഡാമേജ് തന്നെയാണ്. ഫൗണ്ടേഷൻ മുതൽ നമുക്കിത് നോക്കാം. പലപ്പോഴും ആൾക്കാർ കൃത്യമായിട്ടുള്ള സോയിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാതെ ബിൽഡിങ്ങുകൾ ചെയ്യലുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ എന്ന് പറയുന്ന ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയിലുള്ള ഒരു സ്ഥലമാണ്. അതായത് നമുക്ക് വർഷത്തിൻ്റെ 3/4 ഭാഗവും മഴയാണ്. ചതുപ്പ് പ്രദേശങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ കണ്ട കൂരിയാട് പോലുള്ള സ്ഥലങ്ങളിൽ റോഡ് പൊളിഞ്ഞു വീണു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് അത് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്. കാര്യം ഇതാണ്, ചെളിയുള്ള പ്രദേശങ്ങളിൽ പ്രോപ്പറായിട്ട് സ്ട്രെങ്തേൻ ചെയ്യാതെ വന്ന സമയത്ത് ഒരു പോർഷൻ ഇളവിയാൽ തന്നെ അത്രയും ലോഡ് മുകളിൽ നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് താഴേക്ക് പോകും. റോഡിൻ്റെ കേസിൽ സെയിം സാധനം തന്നെയാണ് വീടിൻ്റെ കേസിൽ. ഇപ്പം നമ്മളെപ്പോഴും പറയലുണ്ട്, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാർഡ് സോയിലാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ബേസ് കൊണ്ട് നിർത്താനുള്ളത്. പല ആളുകളും ഇതിൻ്റെ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത്, കോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബേസിക്കായിട്ട് കേരളത്തിൽ നമ്മൾ ഇന്ന് ചെയ്തു വരുന്നത് റബിൾ ഫൗണ്ടേഷനാണ്. പണ്ട് കാലം മുതലേ നമ്മൾ ചെയ്തതാണ്. അതായത് അല്ല, ഞാൻ പറയുന്നത് ബേസിക്കായിട്ട് ചെയ്തു വരുന്ന ഒരു സാധനം റബിൾ ഫൗണ്ടേഷനാണ്. നമ്മൾ പാറ എടുക്കുന്നു, ഒരു 2-2.5 അടി ഡെപ്തിലേക്ക് ഇത് കുഴിച്ചിട്ട് PCC ചെയ്യുന്നു, അതിൻ്റെ മുകളിലേക്ക് പാറ അടുക്കിയിട്ട് ചെയ്യുന്നതാണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു സാധനം. പക്ഷേ ഇതെല്ലാ സ്ഥലത്തും ഇത് പ്രാക്ടിക്കലല്ല. ഇപ്പം മണ്ണിന് അവിടെ ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി താഴേക്ക് പോകുമ്പോഴായിരിക്കും നമുക്ക് ഒരു ഹാർഡ് സോയിൽ കിട്ടുക. അവിടെ നമ്മൾ ചെയ്യുന്നത് കോളം ഫൗണ്ടേഷനാണ്. നമ്മൾ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് ഒരു 1.5 മീറ്ററോ അല്ലെങ്കിൽ 2 മീറ്ററോ ഒക്കെ താഴ്ചയിൽ അവിടെ നിന്ന് ഫൂട്ടിങ് ചെയ്തു സ്റ്റീൽ വെച്ചിട്ട് PCC ചെയ്ത് കയറുന്നു. ഇതിലും നിൽക്കാത്തൊരു സ്റ്റേജിലാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് പൈൽ ഫൗണ്ടേഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം, ആദ്യം നമ്മുടെ ഭൂമി എവിടെയാണ് ഹാർഡ് സോയിൽ എന്ന് അറിയണം. ഇപ്പം നിലവിൽ ഈ പറയുന്ന കണക്ക് 2 അടിയോ അല്ലെങ്കിൽ 1.5 മീറ്ററോ താഴ്ചയിലൊക്കെ നമുക്ക് കുഴിച്ചു നോക്കിയിട്ട് നമുക്ക് ഹാർഡ് സോയിൽ അറിയാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. ഇനി അതിന് താഴേക്കും നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു പ്ലോട്ടിൽ ആദ്യം നമുക്ക് കിണർ ഒഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടുത്തെ ഹാർഡ് സോയിലിൻ്റെ ഒരു കണ്ടീഷൻ അറിയാനായിട്ട് സാധിക്കും. സോയിൽ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സോയിൽ ടെസ്റ്റിന് ഏകദേശം ഒരു 15,000 മുതൽ 20,000 രൂപ വരെ ചിലവ് വരുന്നുണ്ട്. ഇങ്ങനെ അബദ്ധം പറ്റുന്ന പല സ്ഥലങ്ങളിലും എങ്ങനെ ചിലവ് കുറച്ച് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന
ആൾക്കാർക്കാണ് മിക്കവാറും കൂടുതലും ഇത്തരം സാധനങ്ങൾ സംഭവിക്കുന്നത്. അതെ. ഈ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സാധനം അങ്ങനെയാണ്. ഇപ്പം അല്ലാതെ ഇപ്പം നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഭൂമിയാണ്, ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ഇത് വരാം, അതിനകത്ത് നമുക്കൊന്നും പറയാനൊന്നുമില്ല. എന്നിരുന്നാലും നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത് അതിനെ കൃത്യമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സാധനം പാചകം പറഞ്ഞാൽ സോയിൽ ടെസ്റ്റാണ്. ഒരു 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം എത്ര ഡെപ്തിലാണ് ഇതിൻ്റെ ഹാർഡ് സോയിൽ ഉള്ളത്, അവിടെ ഏത് തരം ഫൗണ്ടേഷൻ വേണം, സോയിൽ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കാണും. അത് ചെയ്യാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതായത് ഭൂമിയുടെ അവസ്ഥ അറിയാതെ നമ്മൾ ബിൽഡിംഗ് പണിയുമ്പോഴും. ഒരു ബഡ്ജറ്റ് കുറവുള്ളൊരു വീടുണ്ടല്ലോ, സാധാരണ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് സംഭവിക്കുന്ന അവിടെ തന്നെയാണ്. അങ്ങനെയുള്ള വീടുകൾ നമുക്കിത് പ്രാക്ടിക്കലാണോ? ഒരു സോയിൽ ടെസ്റ്റ് ഒരു 15,000 20,000 സ്പെൻഡ് ചെയ്ത്? അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. ഈ ബഡ്ജറ്റ് കുറഞ്ഞു പറഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് എന്ന് വിചാരിച്ചു. ഈ 10 ലക്ഷം രൂപയുടെ 10% വരുന്നുള്ളൂ. അതേ ഉള്ളൂ. പക്ഷെ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു ടെൻഷനാണല്ലേ. ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ബിൽഡിങ്ങിൻ്റെ ലോഡ് എന്ന് പറയുന്നതാണ് അതിനകത്ത് മെയിൻ സംഗതി എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു സിംഗിൾ ഫ്ലോർ വീടാണ്. ഇപ്പോൾ മുകളിൽ നമ്മൾ കോൺക്രീറ്റ് ഒന്നും അല്ല, നമ്മൾ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഷിംഗിൾസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ AAC ബ്ലോക്ക് പോലുള്ള വെയ്റ്റ്ലെസ് ബ്ലോക്കുകൾ ഉപയോഗിക്കുമ്പോഴത്തേ ആ ബിൽഡിങ്ങിന് അത്രയ്ക്കുള്ള വെയിറ്റേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ട് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതേസമയം നമ്മൾ സിംഗിൾ ഫ്ലോർ മാറിയിട്ട് ഡബിൾ ഫ്ലോറിലേക്ക് പോവുകയാണ്, ഡബിൾ സ്റ്റോറിയിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വെയിറ്റ് കൂടും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പണ്ടൊക്കെ കേട്ടിട്ടില്ലേ, ഫൗണ്ടേഷൻ 1 നിലയ്ക്കാണോ 2 നിലയ്ക്കാണോ ഫൗണ്ടേഷൻ എടുക്കാൻ എന്നൊക്കെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർക്കറിയാം ഒരു ബിൽഡിങ്ങിന് എത്ര ലോഡ് മുകളിലേക്ക് വരും, അതിന് വേണ്ടിയിട്ട് എത്ര സ്റ്റീലിൻ്റെ പിന്നെ കാര്യങ്ങൾ നമുക്ക് താഴേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എത്ര ഡെപ്തിൽ ഫൗണ്ടേഷൻ ചെയ്യണം എന്നുള്ള. ഇപ്പം വലിയ വലിയ ഹെവി ബിൽഡിങ്ങാണ് കേരളത്തിൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നത്, അവിടെ എല്ലാം പൈലിങ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മൾ കാണുന്നത് പോലെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു പയൽ ഡീറ്റെയിൽ, അതിൻ്റെ RCC ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. വെറുതെ ചെയ്യുന്ന സാധനമല്ല. അപ്പം ഇപ്പം നിങ്ങൾ ചോദിച്ച കണക്ക് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വീട്ടിൽ ഇതൊക്കെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസാണ്. അതിനകത്ത് എന്ത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും പിന്നെ മുകളിലേക്ക് ഒരിക്കലും നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. അല്ല, അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീടുകൾ പൊളിഞ്ഞു വീഴുന്നൊക്കെ ഉണ്ടല്ലോ, അതെ, അത് മെയിൻ റീസൺ ഈ ഫൗണ്ടേഷൻ തന്നെയാണ്. അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല, എല്ലാത്തിനും അല്ല, നല്ലൊരു മേജർ കോഴ്സ്. ഈ നമുക്ക് ഇപ്പോൾ റബിളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ റബിളുകൾ തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷനൊന്നുമില്ല, നമ്മൾ ഓരോന്ന് പറക്കി വെക്കുന്നതാണ്. അല്ല, അത് രണ്ട് രീതിയിൽ ചെയ്യുമല്ലോ, പറ്റും ചിലർ ചാന്ത് വെച്ച്. അല്ല, ഓക്കെ, എന്നിരുന്നാൽ പോലും 1-2 കല്ലുകൾ അളവി കഴിഞ്ഞാൽ ബാക്കി ഇതിൽ നിന്ന് അടർന്ന് മാടാനുള്ള സാഹചര്യമുണ്ട്. ഇനി കോളത്തിലേക്ക് വരുന്ന സമയത്ത് ഒരിക്കലും ഒരു സ്ഥലത്ത് ചെറിയൊരു സെറ്റിൽമെൻറ്റ് സംഭവിച്ചാൽ പോലും അത് മൊത്തത്തിൽ അതിനത് ബാധിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് എൻ്റെയർ കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു സെറ്റിൽമെൻറ്റ് തന്നെ അതിനെ ബാധിക്കത്തില്ല. അതുപോലെയാണ് ഈ പയൽ കാര്യങ്ങളൊക്കെ. പയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മൾ ഡെപ്തിലേക്ക് ലെഗ് പോലെ കൊടുത്തു, പിന്നെ അതിൻ്റെ മുകളിൽ പയൽ ക്യാപ്പ് കൊടുത്തു, പ്ലിന്ത് ബീം ചെയ്തു, അതിനെല്ലാം ഒറ്റ സ്ട്രക്ചറിൽ നിൽക്കുന്ന സാധനമാണ്. അതാണ് റബിൾ ഫൗണ്ടേഷൻ വരുന്ന സമയത്ത് 1-2 റൂമുകളൊക്കെ താന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. സെപ്പറേറ്റ് ആണ്. ഇപ്പം നിലവിൽ ഇപ്പം നമ്മൾ റബിൾ ഫൗണ്ടേഷൻ ചെയ്തിട്ട് മുകളിലേക്ക് നമ്മൾ ഒരു DPC പ്ലിന്ത് ബീം ചെയ്യും, ചെറിയൊരു 6 ഇഞ്ച്, ചില ആൾക്കാർ അത് 10 സെൻറ്റിമീറ്റർ കണക്ക് ബെൽറ്റ് എന്ന് പറയും. ഇതിനകത്ത് തന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വെറുതെ 3 സ്റ്റീൽ ബാസ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. ഇതിനെ തമ്മിൽ പരസ്പരം കണക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഇതൊരു 6 ഇഞ്ച് തിക്നെസ്സിനകത്ത് നമ്മൾ ഇതിനെ ഒരു എന്താ പറയുക, ഒരു 4 സ്റ്റീൽ വെച്ചിട്ട് സ്റ്റിറപ്സ് ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കല്ലിന് ചെറിയൊരു അനക്കം സംഭവിച്ചാൽ പോലും ഓൾറെഡി ഈ ബിൽഡിങ്ങിന് വലിയൊരു ക്രാക്ക് സംഭവിക്കാനുള്ള സാധ്യതയില്ല. അപ്പം ഇങ്ങനെ വരുന്ന ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയറിൽ വരുന്ന പ്രശ്നങ്ങൾ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ഫൗണ്ടേഷനിൽ ഇപ്പം അവർ ലാഭിച്ചു, അതെ, ഇപ്പോൾ ബെൽറ്റിനകത്ത് കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് മാനേജ് ചെയ്യാം അല്ലേ? അല്ല, അങ്ങനെ നമുക്ക് അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഇപ്പോൾ വളരെ ബഡ്ജറ്റ് കുറഞ്ഞ സാധാരണക്കാർക്ക് ഇപ്പോൾ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അല്ല, ഇതിനകത്ത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നിലവിൽ എല്ലാവരും പോയിട്ട് സോയിൽ ടെസ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് പരിസര പ്രദേശങ്ങൾ നമ്മളെപ്പോഴും വാച്ച് ചെയ്യുമല്ലോ. ഇപ്പം നമ്മളെ തൊട്ടടുത്ത് വീടുകൾ ചെയ്തത് ഇപ്പം നോർമലി എല്ലാവരുടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ കിണർ കുഴിക്കുക എന്നുള്ളതാണ്. അത് കുഴിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ ജോലിക്കാർ ഏകദേശം അവരുടെ അടുത്ത് തന്നെ പറയും ഇത്ര ഇതിൽ ഇതാണ്,
ചില കിണറുകളിൽ നമുക്ക് ഫുള്ള് റിങ് നമ്മൾ ഇറക്കി വെക്കേണ്ടതായിട്ട് വരും. അവിടെ സംബന്ധിച്ചിടത്തോളം അവിടെ സോയിലിന് സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് റിങ് വെക്കുന്നത്. അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഈ റബ്ബിൾ വെച്ചിട്ട് ഫൗണ്ടേഷൻ ചെയ്യണം എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ഇപ്പം പിന്നെ നേരത്തെ അജയ് ചോദിച്ചു അത് കോമൺ ആണോ എന്ന് ചോദിച്ചു. ഇപ്പം നിലവിലൊരു സാഹചര്യത്തിൽ ഈ റോക്കിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കിട്ടാനുള്ള അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ വരുമ്പോൾ വലിയൊരു ഡിഫറൻസ് ഏതിനകത്തേക്ക് വരുന്നില്ല, കോളം ഫൂട്ടിങ്ങിലേക്ക് വരുന്നില്ല. ഒരു പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ പിന്നെ എപ്പോഴും നമുക്ക് ലോഡ് കൂടുതലാണെങ്കിലും ഇല്ലെങ്കിലും ഒരുവിധം ഫൗണ്ടേഷനിലേക്ക് ബഡ്ജറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പ്ലിന്ത് ബീം അല്ലെങ്കിൽ കോളം ഫൂട്ടിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ സേഫാണ്. ഈ കോളം ഫൂട്ടിങ് ചെയ്താലും പൈൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാത്തിനും അല്ല, പയല് വേറെ കോളം വേറെ ബീം കെട്ടിപ്പോകുന്നതേ ഉള്ളൂ. അതായത് നമുക്ക് അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ നമ്മൾ പലപ്പോഴും ഇൻഡിവിജ്വലായിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു കോമൺ ഫാക്ടറാണ് റബിൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതെ, അതിപ്പോൾ നമ്മുടെ തെക്കൻ കേരളത്തിലേക്കാണ് നമ്മൾ പാറ വെച്ചിട്ട് ചെയ്യുന്നത്. വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അവിടെ പടവ് ചെയ്യാന്നൊക്കെ പറയും, ലാട്രൈറ്റ് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ നിലവിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ്ങിൽ എങ്ങനെയാണോ അതിൻ്റെ എൻറ്റയർ 60 സെൻറ്റിമീറ്റർ ഡെപ്ത്ത് വിഡ്ത്ത് ഹൈറ്റിലേക്ക് നമ്മൾ മണ്ണ് എക്സ്കവേഷൻ ചെയ്തിട്ട് അതിനകത്തേക്ക് ഫസ്റ്റ് ലെയർ ഒരു 10 സെൻറ്റിമീറ്ററോ 20 സെൻറ്റിമീറ്ററോ ഒക്കെ PCC ചെയ്യും. അതായത് പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ് ചെയ്യുന്നു. മുകളിലേക്ക് നമ്മുടെ പാറ റബ്ബിള് ഡ്രൈ ആയിട്ട് ചെയ്യും. ചില ആൾക്കാർ നമുക്ക് അല്ലാതെ ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് 45 സെൻറ്റിമീറ്റർ നമ്മൾ വീണ്ടും പാറ വെച്ചിട്ട് തന്നെ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഹൈറ്റ് കണക്കാക്കിയിട്ട് വേണമെങ്കിൽ 30 ചെയ്തിട്ട് 50 സെൻറ്റിമീറ്റർ നമുക്ക് നേരത്തെ പറഞ്ഞ ബെൽറ്റ് കൊടുക്കാം. ഇതാണ് കോമൺലി കേരളത്തിൽ കണ്ടുവരുന്ന രീതി. ഇത് നമ്മുടെ ഹാർഡ് സോയിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല, 2 നില വരെ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം, നോർമലി ചെയ്യുന്നതുമാണ്. ഇനി നമ്മൾ കോളം ഫൗണ്ടേഷനിലേക്ക് നമ്മൾ എപ്പോഴും പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സർഫസ് പിന്നെ ഈ പറഞ്ഞ ലെവൽ സർഫസ് അല്ലാതെ കിടക്കുന്ന സമയത്തുണ്ടാവും. അപ്പം നമുക്ക് ഒരു സൈഡിൽ ഡെപ്താണ് അല്ലെങ്കിൽ ഒരു സൈഡിൽ ഹൈറ്റ് കൂടുതലാണെങ്കിൽ അവിടെ ഓവറായിട്ട് നമുക്ക് റബിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പരിധിക്കപ്പുറം റബിൾ ഹൈറ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെങ്തിനെ ബാധിക്കും, കോസ്റ്റും അത്ര റെഡിയല്ല. ഇനി രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ഈ 60 അല്ലെങ്കിൽ 70 സെൻറ്റിമീറ്റർ താഴ്ചയിൽ നമുക്ക് മണ്ണിന് വേണ്ടത്ര ഉറപ്പില്ലാതെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്, നമുക്ക് ഒരു 1.5 മീറ്ററിൽ 2 മീറ്ററിലാണ് നമുക്ക് അവിടെ ഹാർഡ് സോയിൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കോളം ഫൂട്ടിങ് കൊണ്ടുവരാം. അതായത് ഫസ്റ്റ് PCC ചെയ്യുന്നു, അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ട് എത്രയാണോ സ്റ്റീൽ അതിനെ കൊണ്ടുവന്ന് മുകളിലേക്ക് കണക്ട് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് മണ്ണ് ബാക്ക് ഫില്ല് ചെയ്ത് പിന്നീട് അതിനെ ഫുള്ളായിട്ട് എൻ്റെ പ്ലിന്ത് കണക്ട് ചെയ്യും. മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഇതും പ്രോസസ്സ് സെയിം തന്നെയാണ്. ഇത് താരതമ്യേന നമ്മുടെ റബിൾ ഫൗണ്ടേഷൻ അപേക്ഷിച്ചിട്ട് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്, ഒരു 30 to 40% ഒക്കെ കോസ്റ്റ് കൂടുതലായിട്ട് വരും. ഇനി ഇവിടെയും നിൽക്കാത്ത സമയമുണ്ട്. നമുക്ക് 1.5 മീറ്റർ അല്ലെങ്കിൽ സോയിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇപ്പോൾ ഒരു 5 മീറ്റർ അല്ലെങ്കിൽ 6 മീറ്റർ അല്ലെങ്കിൽ ചിലപ്പോൾ 10 മീറ്ററിലൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ ഹാർഡ് സോയിൽ ഉണ്ടാവുക ഈ ചതുപ്പ് പ്രദേശങ്ങളിൽ. അവിടെ പിന്നെ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് പൈല് കൊണ്ടുവന്നിട്ട് മാനുവലി പൈൽ അല്ലെങ്കിൽ മെഷീൻ പൈലുണ്ട്. അപ്പോൾ ആ ഡെപ്തിലേക്ക് പൈൽ ചെയ്യുന്നു, സ്റ്റീൽ ഇറക്കുന്നു, കോൺക്രീറ്റ് ചെയ്യുന്നു, അതിൻ്റെ മുകളിലേക്ക് വന്നിട്ട് പിന്നെ അതിൻ്റെ പിന്നെ പൈൽ ക്യാപ്പ് കാര്യങ്ങൾ ചെയ്ത് നോർമൽ ഫൗണ്ടേഷനിലേക്ക് വന്ന് ചെയ്യുന്നു. ഇതിൽ തന്നെ ഈ കോളത്തിലേക്ക് പോകുന്ന സമയത്ത് കോളം ഫൗണ്ടേഷനിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ നമ്മുടെ പ്ലിന്ത് ലെവലിൽ കോളം കട്ട് ചെയ്യും, അവിടെ നിന്ന് നിർത്തിയിട്ട് പിന്നെ മുകളിലേക്ക് ബ്രിക്ക് വർക്ക് ചെയ്യും, പയലായിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ എൻറ്റയർ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് വരെയും ഈ കോളം പോകും, നമ്മുടെ ഇപ്പോൾ ഷോപ്പൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് സോയിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു മണ്ണിൻ്റെ സ്ട്രെങ്ത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവലില്ല. ഇനി അടുത്താണ് നമ്മുടെ നേരത്തെ ചോദ്യം, ഇനി ഫൗണ്ടേഷൻ അല്ലാതെ ബിൽഡിംഗ് എവിടെയൊക്കെ പ്രോബ്ലംസ് വരുന്നു. ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ആ വീഡിയോയിൽ ടോപ്പ് റൂഫാണ് പോയത്. അതെനിക്ക് തോന്നുന്ന കൺസ്ട്രക്ഷൻ്റെ ആ ടൈമിൽ കോൺക്രീറ്റിങ്ങിൻ്റെ സമയത്തുള്ള എന്തോ അപാകതയായിരിക്കാം. ഭിത്തിയിൽ വേണ്ടത്ര ഭിത്തി ലോഡ് എടുക്കാതെ വരിക അല്ലെങ്കിൽ ഷട്ടറിങ് പ്രോപ്പറായിട്ട് വരാതിരിക്കുക. ഇതിനകത്ത് പലപ്പോഴും ഈ നമുക്ക് ഫൗണ്ടേഷനകത്ത് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുമല്ലോ, മണ്ണ് ഫില്ല് ചെയ്തിട്ട് വേണ്ടത്ര ഉറപ്പിക്കാതിരിക്കും. അപ്പം മണ്ണ് അവിടെ ഉറപ്പില്ലാതിരിക്കും. അപ്പം നമുക്ക് ഷട്ടറിങ്ങിലേക്ക് വരുന്ന കണ്ടിന്യൂസ് വെള്ളം വരും, ഷട്ടറിങ്ങിലേക്ക് വരുന്ന ഫുള്ള് ലോഡ് ഈ മണ്ണിൻ്റെ മുകളിലായിരിക്കും ഇരിക്കുക. പിന്നീട് കോൺക്രീറ്റിൻ്റെ ലോഡ് അതിൻ്റെ മുകളിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇപ്പം ജാക്കി കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, ഇത് താന്നിട്ട് ഒരു സൈഡ് കൊണ്ട് താഴേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു റീസൺ ആണ് ഇതിനകത്ത്. പിന്നെ ഉറപ്പായിട്ടും സ്ട്രക്ചർ എന്ന് പറയുന്നത് വേറൊരു സംഗതിയാണ്. നമുക്ക് ബിൽഡിങ്ങിൽ എവിടെയും ഈ പറയുന്നത് പോലെ സെറ്റിൽമെൻറ്റ് സംഭവിക്കാം. ഇനി ഈ ലോഡ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസത്തെ അതിൽ വരുന്ന മേളിൽ നിന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കോൺക്രീറ്റ് റൂഫിങ് തന്നെ ആയിരിക്കും ഒരുപക്ഷെ താഴത്തോട്ട് പോന്നിരിക്കാനുള്ള സാധ്യത.
പിന്നെ അടുത്ത ഇതിനകത്തേക്ക് വരുന്നത് നമ്മളിപ്പോൾ പലപ്പോഴും ചിലപ്പോൾ നമുക്ക് മുകളിലേക്ക് റൂം ഉണ്ടാവും, താഴെ ആ റൂമിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല. അതായത് ഈ സാധാരണ നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ വോളിന് മുകളിലാണല്ലോ അടുത്ത വോൾ ചെയ്യുക ഡ്രോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ലിവിങ് ഹാളിൻ്റെ മുകളിൽ ഒരു ഹാഫ് പോർഷനിൽ ചിലപ്പോൾ മുകളിൽ ബെഡ്റൂം ആയിരിക്കാം, അപ്പോൾ താഴെ അതിന് സപ്പോർട്ടില്ല. അപ്പോൾ ആ സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ബീമുകളാണ്. അപ്പോൾ ആ ബീമുകൾക്ക് ഇത്ര ലോഡ് മുകളിലേക്ക് ഉണ്ടെങ്കിൽ താഴെ അതിന് കൃത്യമായിട്ടുള്ള എത്ര സ്റ്റീൽ വേണം, അതിന് എത്ര സ്പാനാണ്, അതിനകത്ത് ഏത് ഗ്രേഡ് കോൺക്രീറ്റ് ആണ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അതിനെ സ്ട്രക്ചർ തടഞ്ഞു നിർത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ 60 mm സ്റ്റീൽ ഇടുന്ന സമയത്ത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് 8 mm 10 mm അല്ലെങ്കിൽ 12 mm വേണ്ടത്ര സ്റ്റീൽ അതിനകത്തേക്ക് കൊടുക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ഷട്ടർ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് ലോഡ് അതിനകത്ത് എടുക്കൂല, താഴേക്ക് വരും. അതിപ്പോൾ ഇതിൻ്റെ മാത്രമല്ല, നമ്മൾ ജിപ്സം ചെയ്യുന്നുണ്ടല്ലോ. ചില ആൾക്കാരൊക്കെ വളരെ റേറ്റ് കുറച്ചിട്ട് ഇപ്പോൾ 2 feet by 2 feetലാണ് ഇതിൻ്റെ ചാനൽസ് അടിക്കാനുള്ളത്. ഇതിനൊരു 3 feetലൊക്കെ അടിച്ചു വെച്ച് കഴിഞ്ഞാലും കുറേ കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് താഴേക്ക് വരും. ജിപ്സത്തിന്റെ സീലിംഗ് ചെയ്യുമ്പോഴേ അതെ. പ്ലാസ്റ്ററിംഗ് ഇനി നമ്മുടെ ഇന്റീരിയറിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു പരിധിക്കപ്പുറം ഡോർ ഹൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രൈറ്റ്നേഴ്സ് അല്ലേ, അപ്പം അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് വന്നിട്ട് അത് കൊടുക്കാതിരുന്നുള്ള അവസ്ഥ എന്താണ്? എല്ലാ സാധനത്തിനകത്തും എന്താണ്, ഞാൻ മുമ്പ് എപ്പോഴും ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും നമ്മുടെ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരം പോലെയാണ്. നമ്മുടെ എല്ലുകളാണ് നമ്മളെ നടക്കാനും ഇരിക്കാനും ഒക്കെ നമ്മളെ പ്രാപ്തരാക്കുന്നത്. ഇതിനകത്തൊരു എല്ല് നമുക്ക് നമുക്ക് നല്ല പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു എല്ലാം എക്സ്ട്രാ വെക്കാനും പറ്റത്തില്ല, ഒന്നും കുറയ്ക്കാനും പറ്റത്തില്ല. സെയിം ബിൽഡിങ്ങിലേക്ക് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് സ്റ്റീൽ കൊടുത്താലും ബിൽഡിങ്ങിനത് ദോഷമായിട്ട് ബാധിക്കും, എന്നാൽ കുറച്ചാലും ദോഷമായിട്ട് ബാധിക്കും. ഇതിനകത്ത് കൂട്ടി വായിക്കാനുള്ളതാണ് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സൈറ്റ് കാണാതെ വർക്ക് എടുക്കുന്നവരും പോസ്റ്റുകളിൽ പോസ്റ്റർ വെച്ചിട്ട് അല്ല, കോസ്റ്റിനകത്തൊരു പ്രധാന സാധനം, അതായത് ഇപ്പോൾ ഒരു എർത്ത് എന്താണ് അതിൻ്റെ എർത്ത് സിറ്റുവേഷൻ എന്നറിയാതെ 2000-2300 രൂപ എന്ന് പറഞ്ഞ് റേറ്റ് എടുക്കുമ്പോഴത്തേക്ക് നോർമലി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയും എർത്ത് പാകപ്പെടുത്താനായിട്ട് ഇത്ര രൂപ എക്സ്ട്രാ വരും. അജിത്തിന്റെ കേസ് പറഞ്ഞാൽ അതൊരു വലിയ ഉദാഹരണമാണ്. 10-15 ലക്ഷം രൂപ അതിന് ചിലവായില്ലേ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അപ്പോൾ ചിലപ്പോൾ അവർക്കത് എഫോർഡബിൾ ആയി എന്ന് വരത്തില്ല. ഇത് ചിലർ പറയും, ചിലർ പറയുകയല്ല. നമ്മൾ മുമ്പ് സംസാരിച്ച എപ്പിസോഡിൽ തന്നെ ഈ വസ്തു വില കുറച്ച് കിട്ടുമ്പോഴത്തേക്ക് മേടിക്കും ആൾക്കാർ പോയിട്ട്. സംഭവം ഈ പറയുന്ന കണക്ക് ബാക്ക് ഫില്ല് ചെയ്യും, ചതുപ്പുകൾ ബാക്ക് ഫില്ല് ചെയ്തിട്ട് ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇവരടുത്ത് 2 സാധനമുണ്ട്. ഒന്ന്, ഇപ്പം വില കുറച്ച് മേടിക്കാൻ അതിനെ തെറ്റിദ്ധരിക്കാൻ വേണ്ട, ഇപ്പം ഇത് വില കുറഞ്ഞ സാഹചര്യമാണ്. പക്ഷേ ആ വില കുറഞ്ഞ സ്ഥലമുണ്ട്, വില കുറഞ്ഞ സ്ഥലങ്ങളുമുണ്ട്. അതായത് ഏരിയ വൈസ് ഇപ്പൊ കൊല്ലത്ത് വില കുറവുള്ള സ്ഥലങ്ങളുണ്ടാവും, അതേസമയം വിലയുള്ള സ്ഥലം വില കുറച്ച് ആ ഒരു കോൺട്രാസ്റ്റാ. അപ്പോൾ അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ അത്യാവശ്യം നമുക്കറിയാവുന്ന ഫേമുകളോ അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ അത് എൻജിനീയേഴ്സ് ചെയ്തുകൊണ്ടാണ്, അങ്ങനെയൊന്നുമില്ല, മേശന്മാർ ചെയ്തുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. കൃത്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് കൺസൾട്ടൻറ്റിനെ വെക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള സ്ട്രക്ചർ ചെയ്യുന്ന ടീംസിനെ ഏൽപ്പിച്ചിട്ട് ചെയ്യാം. നോർമലി ഉള്ള വീടുകൾക്കൊന്നും അത്തരം കാര്യങ്ങളിലേക്കും പോകണമെന്നൊരിക്കലും നമ്മൾ പറയലില്ല. വീടാണ്, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ ചെറിയ ഒരു പൈസ നമ്മൾ ലാഭം നോക്കിയിട്ട് വലിയ അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുക. ഇതിപ്പോൾ കൺസ്ട്രക്ഷൻ സ്റ്റേജിലായതുകൊണ്ടും അന്ന് അവധി ആയതുകൊണ്ടും ആർക്കും പരിക്കുകളൊന്നുമില്ല. പക്ഷേ വീട് മുഴുവൻ പോയി. നമ്മൾ താമസിച്ചതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ദുരന്തത്തിലേക്ക് കലാശിച്ചത്. ഇത് സ്ട്രക്ചറിൽ മാത്രമല്ല, ഈവൻ നമ്മൾ ചെയ്യുന്ന വയറിങ്ങിലായിക്കോട്ടെ, ഏതൊരു സാധനത്തിലും എല്ലാത്തിനകത്തും നമ്മൾ ശ്രദ്ധിക്കണം. ടൈല് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലേ, എല്ലാം. പിന്നീട് അതൊന്നും തിരുത്താൻ പറ്റുന്നതല്ല. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു. 2 പേർക്ക് സംസാരിക്കാൻ വലിയ അവസരം കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത നമ്മൾ ഇൻറ്റീരിയറിൽ പിടിക്കും, പൊളിഞ്ഞു വീഴുന്ന ഇൻറ്റീരിയറുകൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ തീർച്ചയായിട്ടും ഇടണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫോട്ടോസ് ആഡ് ചെയ്യാത്തത് ഞങ്ങൾക്ക് ഫോട്ടോസ് ആഡ് ചെയ്താൽ കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫാക്ട് ടോക്സ്.